ഹലോ, അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. 2025 JEE മെയിൻ സെഷൻ 1-ൽ ചോദിച്ചിട്ടുള്ള ചാപ്റ്റർ വൈസ് സൊല്യൂഷനാണ്. ക്വസ്റ്റ്യൻസിൻ്റെ ചാപ്റ്റർ വൈസ് സൊല്യൂഷനാണ്. അതിൽ ഫിസിക്സിലെ കൈനമാറ്റിക്സിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 1 ഡയമെൻഷനൽ മോഷൻ ഉണ്ട്, 2 ഡയമെൻഷനൽ മോഷൻ ഉണ്ട്. അതിൽ തന്നെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ഏരിയ എല്ലാം നമ്മൾ ഇതിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 2 ചാപ്റ്റേഴ്സിൽ സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം പൊതുവെ JEE മെയിൻ ആയാലും JEE അഡ്വാൻസ്ഡ് ആയാലും കുറവാണ് ഉണ്ടാവാറുള്ളത്. ബിക്കോസ് ബാക്കി പല ചാപ്റ്റേഴ്സിലും നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനും അതുപോലെ തന്നെ 2 ഡയമെൻഷനൽ മോഷൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് മെക്കാനിക്സിലായാലും ഈവൻ ഇലക്ട്രോ ഡൈനാമിക്സിലായാലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം വരുന്ന ക്വസ്റ്റ്യൻസ് JEE മെയിനിന് കുറവാണ്, JEE അഡ്വാൻസ്ഡ് എക്സാമിന് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവാറുള്ളൂ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The motion of an airplane is represented by velocity time graph as shown below. The distance covered by the airplane in the first 30.5 seconds is dash kilometers. സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇത് പ്രോബബ്ലി ഒരു +1 അല്ലെങ്കിൽ ഒരു JEE ക്വസ്റ്റ്യൻ ആണെന്ന് പോലും നമുക്ക് പറയാൻ സംശയം തോന്നും. കാരണം ഇതൊരു 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലും നമുക്ക് സിമിലർ ക്വസ്റ്റ്യൻ കാണാം. ഒരു 9th സ്റ്റുഡൻറ്റിന് ഗ്രാഫ് പഠിച്ചൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടെ വേറെ ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പറയുന്ന B എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. B മുതൽ A വരെ നമുക്ക് ഗ്രാഫിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സ്ട്രേറ്റ് ലൈനാണ്. സോ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഏരിയ കവേർഡ്. സോ ഏരിയ കവേർഡ് അല്ല, സോറി, ഏരിയ അണ്ടർ VT ഗ്രാഫ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഏരിയ അണ്ടർ VT ഗ്രാഫ് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ കറക്റ്റ് ആൻസറിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഏതുവരെയാണ് T = 30.5 സെക്കൻഡ്സ്. സാധാരണ നമ്മളൊരു റൗണ്ട് ഫിഗറാണ് ടൈമിന് തരാറുള്ളത്. ഇവിടെ 30.5 വരെയാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതാ ഈ കാണുന്ന ഒരു ഏരിയ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ ഒരു ഏരിയയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇത് രണ്ടും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ഫസ്റ്റത്തെ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊരു ട്രപ്പീസിയം ആക്കിയിട്ട് എടുത്തിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ, ഇവിടെ ഒരു റെക്റ്റാങ്കിളും അതിൻ്റെ ശേഷം ഒരു ട്രയാങ്കിളും എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതൊരു റെക്റ്റാങ്കിൾ പീസാക്കിയിട്ട് കൺസിഡർ ചെയ്ത് ചെയ്യുകയാണ്. ആദ്യം ഇതൊരു റെക്റ്റാങ്കിളാണ്, ഇതൊരു ട്രയാങ്കിളാണ്, ഇത് അഗെയിൻ ഒരു റെക്റ്റാങ്കിളാണ്. ഓക്കെ, ഇത് ഒരു റെക്റ്റാങ്കിളായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ ആ 3 ഏരിയാസ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിലെ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളാണ്, അതിൻ്റെ സൈഡ് ലെങ്ത് 2 ആണ്. സോ ദാറ്റ് ഏരിയ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു, ഇനി അതിൻ്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് ആയിട്ട് നമുക്ക് 0 to 200 എടുക്കാം. സോ ദാറ്റ് 0 to 200, അപ്പോൾ എത്ര കിട്ടും, 400 കിട്ടും. യൂണിറ്റ് എത്രയാണ് നോക്കുക, സെക്കൻഡും മീറ്ററുമാണ്. സോ യൂണിറ്റ് മീറ്ററിലാണ് നമുക്ക് കിട്ടുക. മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡിൻ്റെ യൂണിറ്റ്. രണ്ടാമത്തതിൽ നമുക്ക് A2 കിട്ടും. അതൊരു ട്രയാങ്കിളാണ്. അവിടെ നമുക്ക് ½ BH അപ്ലൈ ചെയ്യാം. അതിൻ്റെ ബേസ് 2 seconds ആണ്. ഓക്കെ, ആൻഡ് ഹൈറ്റ് ഓഫ് ദാറ്റ് ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ, ഈ കാണുന്ന ട്രയാങ്കിളുടെ ഏരിയ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 200 to 400 ആണ്. അത് എത്ര വരും, അത് 200 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ 200 മീറ്റർ. ഇനി മൂന്നാമത്തെ പോർഷൻ്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതൊരു റെക്റ്റാങ്കിളാണ്. അവിടെ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 30.5 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 30.5 വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം നമ്മളിതാ 2 മുതൽ എവിടം വരെ ശരിക്ക് അതിൻ്റെ ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് കൺസിഡർ ചെയ്യണം. 30.5 - 2, അതായത് 28.5 സെക്കൻഡ്സ് ആണ് ഈ കാണുന്ന ലെങ്ത് എന്ന് പറയുന്നത്, ആ റെക്റ്റാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. ഓക്കെ, സോ 28.5 മൾട്ടിപ്ലൈഡ് ബൈ, ഇനി ആ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ യു ക്യാൻ കോൾ ഇറ്റ് ലെങ്ത് ഓർ ഏത് വിളിക്കാം, അത് 400 ആണ്. 0 മുതൽ ഇത്രയുമാണ് ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് വരുന്നത്. ബ്രെഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ 28.5 ആണ്. സോ ദാറ്റ്സ് 400 മീറ്റർ. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 28.5നെ 400 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾ ആദ്യം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 28.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എവിടെ എത്തും, നമ്മൾ 57-ലെത്തും അല്ലേ? യെസ്, 28.5നെ നമ്മൾ 57-ലെത്തും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 57 ആണ്. എഗെയിൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ 114-ലെത്തും. പിന്നെ 400-ലെ 2 0 ബാക്കിയുണ്ട്, അതും കൂടെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 400 മീറ്റർ പ്ലസ് 200 മീറ്റർ പ്ലസ് 11,400 മീറ്റർ ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 12,000 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് ആൻസർ വേണ്ടത് എത്രയാണ്, ആൻസർ വന്നത് കിലോമീറ്റേഴ്സിലാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 12 കിലോമീറ്റർ ആണ് ആൻസർ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ, 12 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതൊരു 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിന് പോലും ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ശരിക്കും JEE മെയിൻ വന്നു എന്ന് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഷോക്ക്ഡായി പോയി. ഇത് അതിനേക്കാൾ എളുപ്പമാണ്.
അവിടെ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ 30.5 വരെ കൺസിഡർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് അതുപോലും ഇല്ല, അതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജെക്ട് മൂവിംഗ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി ഒബ്ജെക്ട് ബിറ്റ്വീൻ t = 0 to t = 4 seconds. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ശരിക്കും ജെയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അന്തം വിട്ടു പോകും. അപ്പോൾ ആ ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും ഉണ്ട്, അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് എന്ന് വിചാരിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ആവണമെന്നില്ല, എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ വരാറില്ല. ഇത് 28 ജനുവരി ഷിഫ്റ്റ് 2 ചോദിച്ചതാണ്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി ഈക്വൽ ടു 1/2 × 2 × 10. അതാണ് ആ ട്രയാങ്കിളുടെ ഏരിയ, 1/2 BH. പ്ലസ് അടുത്തത് 4 വരെയാണ് നമുക്ക് വേണ്ടത്. സോ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × എത്ര വരും? 10 വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 10 + 20 എന്ന് വരും. സോ ദാറ്റ് ഇസ് 30 മീറ്റർ. അപ്പോൾ ടോട്ടൽ എത്ര വരും? 30 മീറ്റർ ആണ് ആൻസർ. നമുക്ക് മീറ്ററിൽ തന്നെയാണ് ആൻസർ ചെയ്യാനുള്ളത്, യൂണിറ്റ് കൺവേർഷനും ഇല്ല. അപ്പോൾ 4 സെക്കൻഡ്സ് വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 30 മീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡുള്ള ചോദ്യമാണ്, അത്ര ഡിഫിക്കൽട്ട് ഒന്നുമല്ല. എന്നാലും നമുക്ക് നമ്മുടെ +1 നോളജ് നമ്മൾ അപ്ലൈ ചെയ്യണം. മാക്സിമം സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 27 km/h. Now this boat is moving downstream in a river flowing at 9 km/h. അപ്പോൾ ഈ റിവർ ബോട്ട് പ്രോബ്ലംസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഡൗൺ സ്ട്രീം ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രീമിൻ്റെ സ്പീഡും കൂടെ ആർക്ക് കിട്ടും? ബോട്ടിന് കിട്ടും. തിരിച്ച് നമ്മൾ അപ്സ്ട്രീം ആയിട്ടാണ് നമ്മൾ ബോട്ട് മൂവ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ആ റിവറിൻ്റെ അല്ലെങ്കിൽ സ്ട്രീമിൻ്റെ സ്പീഡ് നമ്മളെ നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആക്ച്വൽ സ്പീഡ് എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുക, അപ്പാരൻറ്റ് സ്പീഡ് കുറയാണ് ചെയ്യുക. എ മാൻ ഇൻ ദ ബോട്ട് ത്രോസ് എ ബോൾ വെർട്ടിക്കലി അപ്വേർഡ്സ് with a speed of 10 m/s. Range of the ball as observed by an observer at rest on the river bank is dash centimeters എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഡയഗ്രാം വരച്ച് നോക്കുന്നു. ഒരു ബോട്ടാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഈ ബോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോട്ടിൻ്റെ സ്പീഡ് ഓൾറെഡി 27 km/h ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അത് പോകുന്ന സ്ട്രീമിനൊരു സ്പീഡുണ്ട്, അതെത്രയാണ്? 9 km/h ആണ്. ഇവിടെ നിന്നിട്ടാണ് ഒരു ബോൾ ത്രോ ചെയ്യുന്നത്. ബോൾ നേരെ മുകളിലേക്കാണ് ത്രോ ചെയ്യുന്നത്, അത് 10 m/s. അപ്പോൾ ഇതൊന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് 1 km/h മറ്റേത് m/s ആണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ആൻഡ് ബോട്ടിൻ്റെ നെറ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായിരിക്കും? 27 + 9 അതായത് 36 km/h ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതിനെ നമുക്ക് m/s ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 36 × 5/18 ചെയ്ത് കഴിഞ്ഞാൽ 10 m/s ആണെന്ന് കിട്ടും. അപ്പോൾ ഇത് ആഡ് ചെയ്തത് എന്തുകൊണ്ടാണ്? നമ്മൾ നന്നായിട്ട് ഒഴുകുന്ന പുഴയിൽ ബോട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിവറിൻ്റെ സ്പീഡും കൂടെ ആർക്ക് കിട്ടും? ബോട്ടിന് കിട്ടും. അപ്പോൾ രണ്ടും 10 ആണ്. അപ്പോൾ ഈ ബോളിനെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു 10 m/s ഉണ്ട്. ഈ ബോൾ ഇരിക്കുന്നത് എവിടെയാണ്? ഈ ബോട്ടിലുള്ള ബോട്ട് കൊണ്ടുപോകുന്ന ആളുടെ കയ്യിലാണ്, അല്ലെങ്കിൽ ആ ബോട്ടിലാണ്. അപ്പോൾ ആ ബോട്ടിന് എന്ത് സ്പീഡാണുള്ളത് അത് ഓൾറെഡി ബോളിനുണ്ട്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് വെർട്ടിക്കലി 10 m/s കൊടുക്കുക ചെയ്തത്. ഓക്കെ, അഡീഷണലി 10 m/s കൊടുക്കുക ചെയ്തത്. സോ ബോളിന് ഓൾറെഡി എന്തുണ്ട്? 10 m/s ഹൊറിസോണ്ടലി ഉണ്ട്. ഇതിൻ്റെ റേഞ്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ബാങ്കിൽ നിന്ന് പുറത്തു നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റേഞ്ചാണ് ചോദിച്ചിട്ടുള്ളത്. പുറത്തു നിന്നുള്ള ഒരാൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ബോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ 10 m/s മൂവ് ചെയ്യുന്നുണ്ട്, വെർട്ടിക്കൽ ഡയറക്ഷനിലും 10 m/s മൂവ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു പ്രൊജക്റ്റൈൽ മോഷൻ അല്ലേ? കാരണം ഈ രണ്ട് സ്പീഡും ഈ ബോളിന് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ ട്രജക്ടറി അല്ലെങ്കിൽ നെറ്റ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ മിഡിലൂടെ ആയിരിക്കും അതിൻ്റെ ഇനീഷ്യൽ സ്പീഡ് അതിന് കിട്ടാൻ പോകുന്നത്. അതും 10 തന്നെ റൈറ്റ് ആംഗിളിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10√2 m/s ആയിരിക്കും, മേക്കിംഗ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് വേണ്ടത് ഇതിൻ്റെ റേഞ്ചാണ്. അപ്പോൾ ഇതൊരു പ്രൊജക്റ്റൈലായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ എന്തിലേക്ക് എത്താൻ പറ്റും? റേഞ്ചിലേക്ക് എത്താൻ സാധിക്കും. മനസ്സിലായോ? അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതെന്താണ് 10 m/s പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ മുകളിലേക്ക് 10 m/s പോകുന്നുണ്ട്. സോ റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റൈൽ കൺസിഡർ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റ് അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്തുന്നത് വെർട്ടിക്കൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. ആ ടൈം ഓഫ് ഫ്ലൈറ്റിനെ ഹൊറിസോണ്ടൽ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എവിടെ എത്തും? നമ്മൾ റേഞ്ചിലെത്തും. അപ്പോൾ ബേസിക്കലി രണ്ടും സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മളിതിനെ ഒരു പ്രൊജക്റ്റൈൽ മോഷനാക്കി കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ബോളിനെ സംബന്ധിച്ചിടത്തോളം ബോളിന് ഹൊറിസോണ്ടൽ സ്പീഡ്, ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് 10 ആണ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് അതും 10 ആണ്.
ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എഫക്റ്റീവ് ആയിട്ട് ഉള്ള ഇനീഷ്യൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10√2 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. ദെർഫോർ റേഞ്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്കിതൊരു പ്രൊജക്ടൈൽ ആയിട്ട് കൺസിഡർ ചെയ്ത് ഇതിൻ്റെ റേഞ്ച് കാൽക്കുലേഷനിലേക്ക് കിടക്കാം. u² sin 2θ ഡിവൈഡഡ് ബൈ g ആണ് ഇതിൻ്റെ റേഞ്ച് വരിക. u എന്ന് പറയുന്നത് 10√2 ആണ്. 10√2² ഇൻറ്റു sin 2 ഇൻറ്റു 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ g എന്ന് പറയുന്നത് 10 ആക്കി എടുക്കാൻ നമ്മളോട് ആ ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 10√2ൻ്റെ സ്ക്വയർ 10ൻ്റെ സ്ക്വയർ ഇൻറ്റു 2, അതായത് ടോട്ടൽ 200 വരും. 200 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 10, സോ ദാറ്റ്സ് 20 മീറ്റർ. 20 മീറ്റർ ആണ് നമ്മുടെ റേഞ്ചിൻ്റെ ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ന്യൂമറിക്കൽ ആൻസർ ടൈപ്പാണ്. ആൻസർ സെൻറ്റിമീറ്ററിലാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഈ 20ൽ വെച്ച് ആൻസർ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ -1 മാർക്കാണ് കിട്ടുക. 5 മാർക്കാണ് ടോട്ടൽ നഷ്ടം. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം, സെൻറ്റിമീറ്റർ ആക്കി മാറ്റണം. സോ ദിസ് ഇസ് ഈക്വൽ ടു 2000 സെൻറ്റിമീറ്റേഴ്സ്. 2000 എന്നുള്ള നമ്പർ വേണം ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിൽ നിങ്ങൾ എൻ്റർ ചെയ്യാൻ. എപ്പോഴും എങ്ങനെയാണോ ആൻസർ NATയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആ യൂണിറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് തന്നെ ശ്രദ്ധയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, ആൻസർ എൻ്റർ ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതാണ് മേ ബി ഈ വർഷത്തെ കൈനമാറ്റിക്സിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 2 cars P and Q are moving on a road in the same direction. Acceleration of car P increases linearly with time, whereas car Q moves with a constant acceleration. Both cars cross each other at time t equal to 0 for the first time. The maximum possible number of crossings including the crossing at t equal to 0 is. ഇപ്പോൾ 2 കാറുകൾ ഒരു സെയിം റോഡിൽ ഇൻ ദ സെയിം ഡയറക്ഷൻ മൂവ് ചെയ്യാണ് കേട്ടോ. സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒന്നുമല്ല. ആക്സിലറേഷൻ ഓഫ് കാർ പി. സോ നമുക്ക് ആദ്യം 2 കാറ് വരച്ചുകൊണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാം. റിലേറ്റീവ് മോഷനിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ലോണം ചിന്തിച്ചിട്ട് വേണം. ഇത് ആക്ച്വലി നമുക്ക് നമ്മുടെ ലോജിക്ക് വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം, പക്ഷേ ചിലപ്പോൾ നമ്മുടെ ആൻസർ തെറ്റാൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം ഇതിൽ മാക്സിമം എത്ര തവണ ഇവർ പരസ്പരം മീറ്റ് ചെയ്യും, ക്രോസ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ആദ്യം t equal to 0 ഇവർ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നു, അതിനെ 1 ആയിട്ട് കൗണ്ട് ചെയ്യണം. പിന്നെ എത്ര എണ്ണം മീറ്റ് ചെയ്യുന്നു, അങ്ങനെ ടോട്ടൽ 1 കഴിഞ്ഞ് പിന്നെ 2 ആണോ 3 ആണോ 4 ആണോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് ഈ കാറുകൾ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആൻസർ 2 കിട്ടിയേക്കാം, ചിലപ്പോൾ 3 കിട്ടിയേക്കാം. അങ്ങനെ പലർക്കും പല ആൻസർ കിട്ടും. അതൊരു വലിയ പ്രശ്നമാണ്, കാരണം നമുക്ക് നെഗറ്റീവ് അടിക്കും. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആക്ച്വലി പിന്നെ ആർക്കും തർക്കിക്കാനില്ല, കറക്റ്റ് അതായിരിക്കും ആൻസർ. എന്തായാലും നമുക്ക് ചിന്തിച്ച് നോക്കാം. റിലേറ്റീവ് വെലോസിറ്റി ആണ് എപ്പോഴും കാറ് മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ്, ക്രോസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് പോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം റിലേറ്റീവ് വെലോസിറ്റി വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇൻഡിവിജ്വലി നമ്മൾ വേറെ വേറെ ഇക്വേഷൻസ് ഉണ്ടാക്കി സോൾവ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം റിലേറ്റീവ് വെലോസിറ്റിയാണ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടാക്കും. വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്ട് അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ 2 ബസ്സുകൾ പാരലലി മൂവ് ചെയ്യാണ്. ഒരു ബസ് 80ലാണ്, മറ്റേ ബസ് 40 സ്പീഡിലാണ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദിസ് ബസ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ബസ് എന്ന് പറഞ്ഞാൽ 80 - 40 ആണ്. അപ്പോൾ എഫക്റ്റീവ്ലി ഫാസ്റ്റർ ആയിട്ടുള്ള ബസ്സിലിരിക്കുന്ന ഒരാൾക്ക് 40ൽ പോകുന്നൊരു ഫീലേ ഉണ്ടാവുള്ളൂ മറ്റേ ആളെ നോക്കുന്ന സമയത്ത്. അണ്ടർസ്റ്റുഡ്? അതാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഇവർ മീറ്റ് ചെയ്യുന്നത് t equal to 0ലാണ്. പി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിയുടെ ആക്സിലറേഷൻ ലീനിയർലി വേരി ചെയ്യുന്നുണ്ട്. അപ്പം ആക്സിലറേഷൻ ഓഫ് പി നമുക്ക് k × t എന്ന് എടുക്കാം. ലീനിയർലി അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ സ്പീഡ് നമുക്ക് u1 ആക്കി എടുക്കാം. അത് ക്രോസ് ചെയ്യുന്ന സമയത്തുള്ള ഇനീഷ്യലി സ്പീഡ് u1 ആണ്. രണ്ടാളും സെയിം ഡയറക്ഷനിലാണെന്നേ പറഞ്ഞുള്ളൂ. ഫസ്റ്റ് ക്രോസിങ്ങിൽ സ്പീഡ് സെയിം ആണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ആൻഡ് ക്യൂവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഓഫ് ക്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്സിലറേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ u2 ആയിട്ട് അതിൻ്റെ സ്പീഡിനെ എടുക്കാം. ഇവിടെ ആദ്യം തന്നെ ഇത്തരം ചോദ്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈവൻ കഴിഞ്ഞ വർഷത്തെ JEE അഡ്വാൻസ്ഡ് എക്സാമിനടക്കം പ്രൊജക്റ്റൈൽ മോഷനിലൊരു റിലേറ്റീവ് ആക്സിലറേഷനും റിലേറ്റീവ് സ്പീഡും വെച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ റിലേറ്റീവ് സ്പീഡ് എന്താണെന്ന് മനസ്സിലാക്കാം. റിലേറ്റീവ് സ്പീഡ് ഓഫ് റിലേറ്റീവ് സ്പീഡ് അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് q with respect to റിലേറ്റീവ് വെലോസിറ്റി ഓഫ് q with respect to p നമുക്കൊന്ന് എഴുതി നോക്കാം. വി വിൽ കോൾ ഇറ്റ് ആസ് u റിലേറ്റീവ്. ഇറ്റ് ഈസ് u2 - u1. സെയിം ഡയറക്ഷനിലാണ്, u2 - u1. അതുപോലെ തന്നെ റിലേറ്റീവ് ആക്സിലറേഷൻ, ഇവരുടെ ആക്സിലറേഷൻ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ റിലേറ്റീവ് ആക്സിലറേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ a റിലേറ്റീവ് നമുക്ക് എങ്ങനെ എഴുതാം, a - kt എന്ന് എഴുതാം. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് അറിയാൻ പറ്റുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈൽ ക്രോസിങ് എപ്പോഴും നമ്മുടെ ഓവർടേക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്തു, 2 പേരും ക്രോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ 2 പേരുടെയും പൊസിഷൻ സെയിം ആണ്. എസ്പെഷ്യലി നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ ബോത്ത് ആർ മൂവിങ് ഇൻ ദി എക്സ് ആക്സിസ്.
അപ്പോൾ ഈ ക്രോസ് ചെയ്യുന്ന സമയത്താവട്ടെ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്താവട്ടെ രണ്ടുപേരുടെയും പൊസിഷൻ ആക്ച്വലി സെയിം ആണ്. അപ്പോൾ വൈൽ ക്രോസിംഗ് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ, രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തത് ചിലപ്പോൾ എവിടെയെങ്കിലും ആവാം, പക്ഷേ നമ്മൾ എടുക്കുന്ന റെഫറൻസ് പോയിന്റിൽ നിന്നും, അത് ഒറിജിൻ ആവാം ഓർ എനി അതർ പോയിന്റ്, നമ്മൾ എടുക്കുന്ന റെഫറൻസ് പോയിന്റിൽ നിന്നും ഇവർ വീണ്ടും മീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ മീറ്റിംഗ് പോയിന്റ് കണ്ടെത്തുന്ന ലോജിക്ക് ഇതാണ്. ഇവരെ എവിടെയൊക്കെ മീറ്റ് ചെയ്താലും ആദ്യം മീറ്റ് ചെയ്യുന്നു, ചിലപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഇവർ രണ്ടുപേരും ക്രോസ് ചെയ്യുന്നു അല്ലെ. സാധാരണ ഹൈവേയിലൊക്കെ പോകുന്ന കാറുകൾ അങ്ങനെയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് തോന്നിക്കഴിഞ്ഞാൽ ഒരാൾ മറ്റേ ആളെ വെട്ടിക്കും, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വെട്ടിക്കും. അപ്പോൾ ഈ വെട്ടിക്കുന്ന സമയത്ത് ഇവരുടെ റിലേറ്റീവ് പൊസിഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ബേസിക്കലി മാത്തമാറ്റിക്കലി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകുന്ന പൊസിഷൻസ് അങ്ങനത്തെ എത്ര ഒക്കറൻസസ് ഉണ്ട്, അങ്ങനത്തെ എത്ര ഒക്കേഷൻസ് ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ മതി. ഒന്ന് ആദ്യമേ ഉണ്ടെന്ന് അറിയാം, അറ്റ് t = 0. അപ്പോൾ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് അറ്റ് t = 0, അതായത് ഇവരുടെ മോഷൻ നമ്മൾ വാച്ച് ചെയ്യുന്ന ആ ടൈം മുതൽ ആ ടൈമിൽ ആ ഇൻസ്റ്റൻറ്റ്, ആ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ തന്നെ റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. ഇങ്ങനത്തെ ഇനി എത്ര സമയം അല്ലെങ്കിൽ എത്ര ഒക്കേഷൻസ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം S = ut + ½ at² ആണെന്നറിയാം. യൂഷ്വലി റിലേറ്റീവ് മോഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് മാത്തമാറ്റിക്കലി അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ നമുക്കത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇക്വേഷൻസ് ഓഫ് മോഷനും ഉണ്ടാക്കിയിട്ടുള്ളത് കോൺസ്റ്റൻറ്റ് ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾക്കാണ്. കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ഉള്ള ഒബ്ജക്റ്റുകൾക്കാണ് നമ്മുടെ എല്ലാ ഇക്വേഷൻസ് ഓഫ് മോഷനും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല, അപ്ലൈ ചെയ്യാൻ കഴിയില്ല, ബിക്കോസ് എ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. അത് സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ എ കോൺസ്റ്റൻറ്റ്, ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ എ കോൺസ്റ്റൻറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള ആക്സലറേഷൻ നോക്കിയാലും അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ല. ഓക്കെ, പിന്നെ നമ്മൾ എങ്ങനെ എസ് റിലേറ്റീവിലേക്ക് എത്തും? ബേസിക്കലി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തുക, എന്നിട്ട് അത് എത്ര തവണ 0 ആവാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഒരു തരത്തിലുള്ള ലോജിക്കൽ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകൾക്കോ ഒന്നും ഒരു സ്കോപ്പില്ല. മാത്തമാറ്റിക്കലി ആൻസർ കിട്ടിയാൽ പിന്നെ ആർക്കും അതിൽ ആർഗ്യൂ ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്താം? നമ്മുടെ കയ്യിലുള്ളത് എന്താ? സോ വാട്ട് വി ഹാവ് ഇസ് എ റിലേറ്റീവ് അല്ലേ, എ റിലേറ്റീവ് a - kt എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആദ്യം വെലോസിറ്റിയിലെത്തും, പിന്നെ എവിടെ എത്താൻ പറ്റും, ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ dv/dt, ആ v എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റിയാണ്, = a - kt ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം വെലോസിറ്റിയുടെ എക്സ്പ്രഷനിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. dv = a - kt dt. ഇതിനെയാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ dv എന്ന് പറയുമ്പം അത് റിലേറ്റീവ് സ്പീഡാണ്. ആദ്യമേ ഒരു റിലേറ്റീവ് സ്പീഡ് ഉണ്ടായിരുന്നു, അത് നമുക്ക് u2 - u1 ആണ്. ഇനി മേ ബി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അടുത്ത ഏതോ ഒരു പോയിന്റ് വരെയാണ്, ആ പോയിന്റിലെ റിലേറ്റീവ് സ്പീഡാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് u to v. ലിമിറ്റുകൾ നമുക്ക് എന്ത് കൊടുക്കാം, u മുതൽ v വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. = ഇൻ്റഗ്രൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 0 മുതലാണ്, പ്ലസ് ഏത് ടൈം വരെയാണോ ആ ടൈം വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, a - kt dt. സിമ്പിൾ ആയിട്ടുള്ള പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. ഇതിന് നമുക്ക് നേരിട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എഴുതാം. സോ v എന്ന് കിട്ടും വിത്ത് ലിമിറ്റ്സ് u ആൻഡ് v തന്നെ, = റൈറ്റ് സൈഡിൽ at - kt²/2 എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ലിമിറ്റുകൾ ഏതൊക്കെയാണ്, 0 മുതൽ t വരെ. അപ്പോൾ സിമ്പിളായിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v - u = at - kt²/2 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ആൻസർ ആയോ? ഇല്ല, നമുക്ക് നമ്മുടെ ഫൈനൽ റിലേറ്റീവ് സ്പീഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. v റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ u റിലേറ്റീവ് പ്ലസ് at - kt²/2 എന്ന റിലേഷനിലേക്കാണ് എത്തിയത്. ഇനി ഞാൻ ഒരു സ്റ്റെപ്പും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ds റിലേറ്റീവ് ബൈ dt = u റിലേറ്റീവ് പ്ലസ് at - kt²/2. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇൻ്റഗ്രേഷനിലേക്ക് പോവുകയാണ്. സോ വി ക്യാൻ റൈറ്റ് ds റിലേറ്റീവ് = u റിലേറ്റീവ് പ്ലസ് at - kt²/2 എന്ന റിലേഷനിലേക്ക് നമ്മൾ പോവുകയാണ്, ഇൻറ്റു dt. ഇതിനെ നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴും ലിമിറ്റ് കൊടുക്കുമ്പോൾ എവിടെ നിന്ന് അങ്ങോട്ടാണ്, 0 ആയിരുന്നു ആദ്യത്തെ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, അത് മുതൽ പിന്നെ ഏതോ ഒരു പോയിന്റ് s വരെ. ഓക്കെ, ആൻഡ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയും 0 മുതൽ ടൈം വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് s = കിട്ടും, അല്ലെങ്കിൽ s റിലേറ്റീവിൻ്റെ എക്സ്പ്രഷൻ കിട്ടാൻ പോവാണ്. റൈറ്റിൽ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. u റിലേറ്റീവിനെ ഞാൻ u തന്നെ എഴുതുകയാണ്. ഓക്കെ, ഇനീഷ്യലി ഉണ്ടായിരുന്ന റിലേറ്റീവ് സ്പീഡ്, അതിനെ u × dt ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ut എന്ന് കിട്ടും. ലിമിറ്റ് 0 × t ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ut തന്നെയാണ് വരിക, പ്ലസ്
2 അപ്പോൾ ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്, അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. മൈനസ് കെ ടി ക്യൂബ് ബൈ എന്ത് കിട്ടും 6 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എസ് റിലേറ്റീവിൻ്റെ ഇക്വേഷൻ. സോ ദെയർഫോർ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ഒബ്ജക്റ്റുകളുടെയും റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ എന്തുണ്ടാക്കിയെടുത്തു? ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, സോ യു ടി പ്ലസ് എ ടി സ്ക്വയർ ബൈ ടു മൈനസ് കെ ടി ക്യൂബ് ബൈ 6 എന്ന് കിട്ടി. ഓക്കെ, ആൻഡ് ദ ടു കാർസ് നമുക്ക് ഇവിടുന്ന് എഴുതാം. ദ ടു കാർസ് എപ്പോഴാണ് അവർ ക്രോസ് ചെയ്യുക? ക്രോസ് ഈച്ച് അതർ. ഓക്കെ, ക്രോസ് ഈച്ച് അതർ വെൻ എസ് റിലേറ്റീവ് ഇസ് 0. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകുമ്പോഴാണ് അവർ ഓരോ തവണ ക്രോസ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അപ്പോൾ എത്ര ഒക്കേഷൻസിൽ അത് സംഭവിക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. സോ യു ടി പ്ലസ് എ ടി സ്ക്വയർ ബൈ 2 മൈനസ് കെ ടി ക്യൂബ് ബൈ 6 ഇസ് ഈക്വൽ ടു 0 എന്നതാണ് നമ്മുടെ എക്സ്പ്രഷൻ. മനസ്സിലായോ? ഇതിന് വേണമെങ്കിൽ നമുക്കൊന്ന് മൊത്തത്തിൽ ഒരു -6 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? കുറച്ചുകൂടെ വൃത്തിയുള്ള കെ ടി ക്യൂബ് മൈനസ് 3at സ്ക്വയർ മൈനസ് 6ut ഈക്വൽ ടു 0 എന്നുള്ള ഫൈനൽ എക്സ്പ്രഷനിലേക്ക് ഞാൻ എത്തുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇത് എത്ര തവണ 0 ആകും? ഇതൊരു ക്യൂബിക് പോളിനോമിയലാണ്. ഇത് 0 ആകുന്നത് 3 സിറ്റുവേഷൻസിലായിരിക്കും. അതിലൊന്ന് ടി ഈക്വൽ ടു 0 ആണെന്നുള്ളത് ഇവിടെ തന്നെ പറയാം അല്ലേ? സോ 1 ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഈക്വൽ ടു 0, റൈറ്റ്? സോ എസ് റിലേറ്റീവ് 0 ആവുന്നത് ഒന്ന് ടി ഈക്വൽ ടു 0ലാണ്. ആൻഡ് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അഗെയിൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? കെ ടി സ്ക്വയർ മൈനസ് 3at മൈനസ് 6u ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അവിടെ ബാക്കി നിൽക്കുകയാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് 0 ആവുന്നത് 2 ഒക്കേഷൻസിലാണെന്നും കൂടെ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടി ഈക്വൽ ടു 0 നമുക്ക് കിട്ടി. അത് ആക്ച്വലി എന്താണ്? ആദ്യത്തെ ടി ഈക്വൽ ടു 0 നമുക്ക് കിട്ടി. അത് ആക്ച്വലി സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരുന്നു. സോ ദർ വിൽ ബി 3 solutions. ഓക്കെ, ദർ വിൽ ബി 3 solutions ഫോർ ഏത് ഇക്വേഷൻ ആണ്? ഇക്വേഷൻ 1 എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഫോർ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ന് 3 സൊല്യൂഷൻസ് പോസിബിൾ ആണ്, വിച്ച് മീൻസ് കാർസ് വിൽ ക്രോസ് ഈച്ച് അതർ. ഓക്കെ, കാർസ് വിൽ ക്രോസ് ഈച്ച് അതർ. കാർസ് വിൽ ക്രോസ് ഈച്ച് അതർ 3 times, മാക്സിമം 3 times ആണ് അതെന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പാണ്. അതിൻ്റെ ആൻസർ ആയിട്ട് 28, 29 ലാസ്റ്റ് എക്സാമ്പിൾ ചോദിച്ചതാണ്. ആൻസർ ഇസ് 3. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നമുക്കൊരു ഫസ്റ്റ് അറ്റംപ്റ്റിലോ മറ്റോ കിട്ടിക്കൊള്ളുന്നില്ല. ബട്ട് അഗെയിൻ ഇതൊക്കെ പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ അപ്രോച്ച്. അപ്പോൾ ഈ പറയുന്ന റിലേറ്റീവ് സ്പീഡും ആക്സിലറേഷൻ, റിലേറ്റീവ് ആക്സിലറേഷൻ, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലത്തെ വരുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കാം. അതായത് ലെറ്റ്സ് സേ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉള്ള ആളാണ് ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്തതെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ഒന്ന് മുന്നിലേക്ക് പോകുന്നു, പിന്നെ മറ്റേ ആളുടെ സ്പീഡ് കൂടി ഓവർടേക്ക് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇനി വേറെ അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരക്കുമ്പോൾ ഒരാളുടേത് എന്താണ്? ഒരാളുടേത് നമുക്കറിയുന്ന കോൺസ്റ്റന്റ് ആക്സിലറേഷൻ പാരാബോളിക് ഗ്രാഫാണ് കിട്ടുക. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ക്യൂവിന് വരക്കുമ്പോൾ വി വിൽ ഗെറ്റ് എ പാരാബോളിക് ഷേപ്പ്, കാരണം എ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ. അതുപോലെ മൂന്നാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം എസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് ആണ്. അപ്പോൾ പിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വരക്കുമ്പോൾ അത് ക്യൂബിക് ആയിട്ടുള്ളൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. അണ്ടർസ്റ്റുഡ്? അതൊരു ക്യൂബിക് ആയിട്ടുള്ള ഗ്രാഫാണ് കിട്ടുക. അപ്പോൾ ഗ്രാഫുകൾ വരച്ചുകൊണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം, പിയുടെ ഗ്രാഫ് ക്യൂബിക് ആണ്, ടി ഈക്വൽ ടു 0ൽ എസ് 0 ആണ്. ക്യൂവിൻ്റെ ഗ്രാഫ് ക്യൂബിക് ആണ്, അത് ടി ഈക്വൽ ടു 0ൽ മറ്റതുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻ ജനറൽ ഒരു പെരാബോളയും ഒരു ക്യൂബും മാക്സിമം പോയാൽ 3 സ്ഥലത്താണ് ഇൻ്റർസെക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. ആ ഐഡിയ വെച്ചിട്ട് വേണമെങ്കിൽ 3 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. പക്ഷേ അതൊന്നും ചിലപ്പോൾ എക്സാം ടൈമിൽ തോന്നിക്കൊള്ളുന്നില്ല, തോന്നുന്ന ആളുകളുണ്ടാവാം. സോ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക 100% ഒരു ഡൗട്ടും വരാത്ത രൂപത്തിലുള്ള മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ. ആൻസർ ഇസ് ഫൈനലി 3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A particle is projected at an angle of 30 degrees from horizontal at a speed of 60 meter per second. The height traversed by the particle in first second is h0 and height traversed in the last second before it reaches the maximum height is h1. The ratio of h0 is to h1 is എന്നാണ് ചോദ്യം. പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. ഒരു പാർട്ടിക്കിൾ പ്രൊജക്റ്റൈൽ മോഷനാണ്. അതിനെ 60 മീറ്റർ പെർ സെക്കൻഡിലാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് അത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്.
അപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം അതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് 60 ഇൻറ്റു കോസ് 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ വെർട്ടിക്കൽ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് 60 സൈൻ 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻ ദ വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് 60 ഇൻറ്റു 1/2 അഥവാ 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി നമ്മളോട് പറഞ്ഞത് the height traversed by the particle in the first second is h0 and height traversed in the last second is h1. അപ്പോൾ ഇത് നമ്മുടെ ഗലീലിയസ് ലോ ഒക്കെ പോലെ തന്നെ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അല്ലേ, ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഇൻ ഫസ്റ്റ് സെക്കൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫസ്റ്റ് സെക്കൻഡ് ടു ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് ടു ദി സെക്കൻഡ് ആൻഡ് ടു ദ തേർഡ് സെക്കൻഡ് എന്ന് പറയുന്ന ഒരു റേഷ്യോ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. 1:3:5 ആണ്. നേരെ മറിച്ച് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 seconds ടു ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 seconds ടു ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3 seconds എന്ന് പറയുന്ന ഫുൾ ടൈം പീരീഡിൻ്റെ റേഷ്യോസ് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ 1:4:9 ആണ്. നേരെ മറിച്ച് ആ ഓരോ ഇൻഡിവിജ്വൽ സെക്കൻഡിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഒന്നാമത്തെ സെക്കൻഡ്, രണ്ടാമത്തെ സെക്കൻഡ്, മൂന്നാമത്തെ സെക്കൻഡ് എന്ന് പറയുന്ന ആ സിംഗിൾ മൊമെൻറ്റിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസുകളുടെ റേഷ്യോ 1:3:5 ആണ്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് മുകളിലേക്കുള്ള വെലോസിറ്റി. അപ്പം നമ്മൾ പ്രൊജക്ടൈൽ മോഷനെ 2 ഡയറക്ഷനിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെർട്ടിക്കൽ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതൊരു 1 ഡയമെൻഷണൽ മോഷനാണ്. വെർട്ടിക്കൽ വെലോസിറ്റിയും ആ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ മാത്രം കൺസിഡർ ചെയ്യുമ്പം അത് പിന്നെ എന്താണ്, ഒരു 1 ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പറയാം ടൈം ടേക്കൺ, ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എത്ര സമയം എടുത്തിട്ടാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ പോകുന്നത്, അത് മാത്രമേ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റിലെത്താൻ ഈ ബോളിന് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിന് എത്ര സമയമെടുക്കും, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ v = u+at വെച്ച് കണ്ടുപിടിക്കാം. സോ 0 = 30. മുകളിലേക്കാണ് 30, അത് നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്തു. അപ്പോൾ താഴേക്കുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവായിട്ട് എടുക്കണം. -10 × t എന്ന് വരും. ഓക്കെ, 10 ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ അതിൽ നിന്നും t = 3 seconds ആണെന്ന് കിട്ടും. എന്ന് വെച്ചാൽ ആകെ ഈ ബോൾ താഴെ നിന്നും മുകളിലേക്കുള്ള അതിൻ്റെ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി കാരണം 3 seconds കൊണ്ട് അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്തുമെന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, അതായത് ഒരു ഗ്രൗണ്ടിൽ നിന്ന് നമ്മളൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് ത്രോ ചെയ്യുന്നു, അത് അതിൻ്റെ മാക്സിമം ഹൈറ്റിലെത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3 seconds ആണെന്നുണ്ടെങ്കിൽ, ഇത് തന്നെ നേരെ തിരിച്ച് ചിന്തിച്ചാൽ അത് മുകളിൽ നിന്നും ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഇതേ ഹൈറ്റിൽ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് താഴേക്ക് എത്താൻ എടുക്കുന്ന സമയവും 3 seconds തന്നെയാണ്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ടൈം ഓഫ് അസെൻറ്റ് ഇസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻറ്റ്. അപ്പോൾ ഈ 3 സെക്കൻഡിലെ ഫ്രീ ഫോളിലെ ഓരോ ഇൻഡിവിജ്വൽ സെക്കൻഡ്സിലെയും ഡിസ്റ്റൻസ് ട്രാവൽഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പോൾ ഞാൻ നേരത്തെ എഴുതിയ പോലെ തന്നെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദി സെക്കൻഡ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദി തേർഡ് സെക്കൻഡ് എന്ന് പറയുന്നത് 1:3:5 ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എക്സാം ടൈമിൽ കത്തുകയാണെന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇവിടെ എന്താ ചോദിച്ചത്, ഇവിടെ മുകളിലേക്ക് പോകുമ്പം ആദ്യത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ലാസ്റ്റ് സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ ആണ്. നമ്മളിതിനെ മൊത്തത്തിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റും അതിൻ്റെ സബ്ട്രാക്ട് ചെയ്തിട്ട് ഫസ്റ്റത്തെ സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തു, അവസാനത്തെ സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തു, മുഴുവൻ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അപ്പോഴും ആൻസർ സെയിം കിട്ടും. പക്ഷേ നമുക്ക് അത്ര പോലും ശരിക്കും ചെയ്യേണ്ട ആവശ്യമില്ല. 1:3:5 ഇതിൻ്റെ റേഷ്യോ വരാൻ പോകുന്നത്. ആ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സെക്കൻഡിൽ 5 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡിൽ ഏകദേശം ഒരു 15 മീറ്റർ ആയിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡിൽ 25 മീറ്റർ ആയിരിക്കും. ഇതാണ് താഴേക്ക് നമ്മളൊരു ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് ചെയ്ത് 3 seconds കൊണ്ട് അത് ട്രാവൽ ചെയ്യുന്ന ഓരോരോ സെക്കൻഡിലെയും ഡിസ്റ്റൻസ്. തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെ, തിരിച്ചും അത്രയും 30 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് കൊടുത്തിട്ട് നമ്മളിതിനെ മുകളിലേക്ക് പറഞ്ഞയക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെക്കൻഡിൽ തന്നെ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാകും, 25 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡിൽ ഇത് 15 മീറ്ററാണ് ട്രാവൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് സെക്കൻഡിൽ 5 മീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഇത് റെസ്റ്റിലേക്ക് എത്തുന്നത്. അത് അങ്ങോട്ട് പോയ അതേ രൂപത്തിൽ തന്നെയാണ് ഇത് തിരിച്ചു വരിക എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളോട് ടോട്ടൽ ടൈം 3 seconds ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് അസ്യൂം ചെയ്യാം, അതായത് h0 എന്ന് വിളിക്കുന്നത് മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള ഫസ്റ്റ് സെക്കൻഡിലെ ഡിസ്റ്റൻസ് ആണ്, ഡിവൈഡഡ് ബൈ h1 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, 5/1 ആയിരിക്കും. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എത്രയും സമയം എടുത്തുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റുഡൻറ്റ് ഈ സംഭവം ക്രാക്ക് ചെയ്യുന്നത് വിത്തിൻ സെക്കൻഡ്സ് ആയിരിക്കും. ഇത് എഴുതി നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും 3 seconds ആകെ യാത്ര ചെയ്യുന്നുള്ളൂ, വിച്ച് മീൻസ് 25, 15, 5 ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 45 മീറ്റർ ആയിരിക്കും എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതൊരു NAT ആണ്. ആൻസർ ഈസ് ഗോയിങ് ടു ബി 5.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബോൾ ഓഫ് മാസ് 100 gram is projected with velocity 20 meter per second at 60 degree with the horizontal. The decrease in kinetic energy of the ball during the motion from point of projection to highest pointers. ഇതും വളരെ ബേസിക്സ് തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം പ്രൊജക്റ്റൈൽ മോഷനിൽ. അപ്പോൾ ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് 20 meter per second ആണ്. 60 ഡിഗ്രി ആണ് ഇവിടുത്തെ ആംഗിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് 20 ഇൻറ്റു കോസ് 60 ഡിഗ്രിയും അതുപോലെ തന്നെ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് 20 meter per second ഇൻറ്റു സൈൻ 60 ഡിഗ്രിയും ആയിരിക്കും. സോ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും വാല്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് സോ വി എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 60 ഡിഗ്രി അല്ലേ, കോസ് 60 ഡിഗ്രി 1/2 ആണ്. സോ 1/2 അതായത് 10 meter per second എന്ന് വരും. വി വൈൻ്റെ വാല്യൂ എത്രയാണ്? 20 ഇൻറ്റു √3/2 ആണ് വരിക. സോ ദാറ്റ്സ് 10√3 meter per second. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 100 gram ആണ് ഇതിൻ്റെ മാസ്. ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ബേസിക്കലി 1/2 mv² ആണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ സ്പീഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെ? ലോസ് ഇൻ കൈനറ്റിക് എനർജി. ഞാൻ എപ്പോഴും പ്രൊജക്റ്റൈൽ മോഷനിൽ അല്ലെങ്കിൽ 2 dimensional മോഷനിൽ നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട ലോജിക്ക്, അതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 1 dimensional മോഷനായിട്ട് മാറി. എക്സ് ഡയറക്ഷനിൽ ഒരു 1 dimensional മോഷൻ, വൈ ഡയറക്ഷനിൽ ഒരു 1 dimensional മോഷൻ. ആ 1 dimensional മോഷനെ നമുക്ക് യൂഷ്വലി എങ്ങനെയാണോ പാർട്ടിക്കിൾ മൂവിങ് ഓൺ സ്ട്രെയിറ്റ് റോഡ് കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് 2 1 dimensional മോഷനാണ് നമ്മുടെ ഒബ്ജക്റ്റിനുള്ളത്. ഈ 2 1 dimensional മോഷനിലും കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് വരുന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. അല്ലാതെ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ്റെ കൈനറ്റിക് എനർജി ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു റെഡിമെയ്ഡ് ഇക്വേഷൻ നമ്മൾ എവിടെ കാണാൻ പഠിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ കൈനറ്റിക് എനർജി ചേഞ്ച് ഉണ്ടോ? നിങ്ങൾ ആലോചിക്കുക, മാസ് ചേഞ്ച് ചെയ്യുന്നില്ല, ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് ഓഫ് ദി വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ആ മോഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇൻ ദാറ്റ് ഡയറക്ഷൻ അല്ലേ? സോ കൈനറ്റിക് എനർജി ചേഞ്ച് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ചേഞ്ച് എന്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? നിങ്ങൾക്കറിയാം, വെർട്ടിക്കൽ ആയിട്ടുള്ള ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഈ എൻറ്റയർ പ്രൊജക്റ്റൈൽ മോഷൻ്റെ മൂവ്മെൻറ്റിൽ. നമുക്ക് വേണ്ടത് ദ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ബോൾ ഡ്യൂറിങ് ദ മോഷൻ ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ടു ദി ഹയസ്റ്റ് പോയിന്റ്. അപ്പോൾ താഴെ നിന്നും ഏറ്റവും മുകളിലെത്തുന്ന ആ ഒരു ജേണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എനർജി ലോസ് ഒന്നുമില്ല, വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. സ്പീഡ് നന്നായിട്ട് കുറയുന്നുണ്ട് എന്ന് മാത്രമല്ല, മാക്സിമം പോയിന്റിലെത്തുമ്പം വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയിരിക്കും. സോ അറ്റ് ഹയസ്റ്റ് പോയിന്റ് നമ്മുടെ വെർട്ടിക്കൽ വെലോസിറ്റി എത്ര ആയിട്ടുണ്ടാകും? 0 ആയിട്ടുണ്ടാകും. ഓക്കെ, മാക്സിമം ഹൈറ്റിലെത്തുമ്പം വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയിട്ടുണ്ടാകും. അപ്പോൾ ആ ഡയറക്ഷനിലുള്ള കൈനറ്റിക് എനർജി ചേഞ്ച് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ബേസിക്കലി അപ്പോൾ എന്താണ്, ഒരു സ്പീഡ് കൊടുത്ത് നമ്മൾ ഇതിനെ മുകളിലേക്ക് എറിയുന്നു. ആ എൻറ്റയർ കൈനറ്റിക് എനർജി ടോപ്പ് പോയിന്റിലെത്തുമ്പം അത് മുഴുവൻ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാകും. ഇത് നമ്മൾ ഓൾറെഡി വർക്ക് എനർജി പവറിൽ ഏറ്റവും ആദ്യം തന്നെ പഠിക്കുന്ന കാര്യമാണ്, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണ് എനർജി ചേഞ്ച്? ആദ്യം എന്താണോ കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നത്, ഇനീഷ്യലി മുകളിലേക്ക് പോകുമ്പോൾ അപ്വേർഡ് കൈനറ്റിക് എനർജി എത്രയാണോ അത് മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ. സോ 1/2 ഇൻറ്റു 100 gram. 100 gram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അതിനെ നമുക്ക് കിലോഗ്രാമിൽ തന്നെ വേണം ആൻസർ ചെയ്യാൻ. ബാക്കിയെല്ലാം എന്താണ്? SI യൂണിറ്റിലാണ്. സോ 100 gram എന്ന് പറഞ്ഞാൽ 0.1 kilogram ആണ്. മൾട്ടിപ്ലൈഡ് ബൈ മുകളിലേക്കുള്ള വെലോസിറ്റി മാത്രമേ നിങ്ങൾ ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ, മനസ്സിലായോ? മറ്റത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കരുത്. അതെത്രയാണ്? അത് 10√3 ആണ്. സോ 10√3യുടെ സ്ക്വയർ. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 1/2 ഇൻറ്റു 0.1 ഇൻറ്റു 100 ഇൻറ്റു 3 എന്ന് വരും. ഓക്കെ, 100 ഇൻറ്റു 3 ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ദെർഫോർ ലോസ് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കുക, ഇത് 50 കിട്ടും. 50 ഇൻറ്റു 0.1 അത് 5 ആയിരിക്കും. സോ ആൻസർ ഇസ് ഗോയിങ് ടു ബി 5 ഇൻറ്റു 3 അഥവാ 15 ജൂളാണ് ഈ ഒരു ജേണിയിൽ നഷ്ടമുണ്ടായിരിക്കുക. ആൻസർ ഇസ് ഓപ്ഷൻ 2. ഓക്കെ, 15 ജൂളാണ് നമുക്കിവിടെ നഷ്ടമായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പൊസിഷൻ വെക്റ്റർ ഓഫ് എ മൂവിംഗ് ബോഡി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഇസ് ഗിവൺ ആസ് r is equal to 5t² i cap minus 5t j cap. The magnitude and direction of velocity at t equal to 2 seconds. അപ്പോൾ ഇതും വളരെ ബേസിക്സ് തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പൊസിഷൻ വെക്റ്റർ തന്നിട്ട് നമ്മളോട് വെലോസിറ്റി വെക്റ്ററിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്, അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും. അപ്പം പൊസിഷൻ വെക്റ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും വെലോസിറ്റി വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വെക്റ്റർ തന്നെയാണ്. ഇത് ആർക്കും അറിയാത്തതായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യലാണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 10t. ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
വി വിൽ ഗെറ്റ് 10t മൈനസ് 5. 10t ഐ ക്യാപ്പ് വെലോസിറ്റി വെക്റ്റർ ഫോമിലാണ് നമുക്ക് കിട്ടുക. 10t ഐ ക്യാപ്പ് മൈനസ് 5j ക്യാപ്പ് എന്ന് കിട്ടും. ഇതാണ് വെലോസിറ്റിയുടെ വെക്റ്റർ ആയിട്ട് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്. സോ ദെർഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു, രണ്ട് കോമ്പോണൻസ് കൂടെ നമ്മൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. സോ 10 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. ഓക്കെ, കറക്റ്റ് അല്ലേ? സോ 10t മൈനസ് 5j ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി അറ്റ് t ഈക്വൽ ടു 2 സെക്കൻഡ്സ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. t ഈക്വൽ ടു 2 സെക്കൻഡ്സ് ആണ് നമുക്ക് വേണ്ടത്. സോ റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ്, അപ്പോൾ വിയുടെ അറ്റ് ടി അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? 2 സെക്കൻഡിലുള്ള വെലോസിറ്റി വെക്റ്റർ എന്തായിരിക്കും? 2 സെക്കൻഡിലുള്ള വെലോസിറ്റി വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ് വരിക? 5 × 2 സ്ക്വയർ മൈനസ് ഇത്രയും ഐ ക്യാപ്പ് കേട്ടോ, ഇത്രയും ഐ ക്യാപ്പ് മൈനസ് 5j ക്യാപ്പ് ആണ് വരിക. ഓക്കെ, മൈനസ് 5j ക്യാപ്പ് ആണ്. സോറി, ഞാൻ എടുത്ത വെക്റ്റർ മാറിപ്പോയി. വെലോസിറ്റി വെക്റ്റർ ഇവിടെ ഉണ്ട്, 10t മൈനസ് 5j ആണ്. സോ ദെർഫോർ 10 × 2 ഐ ക്യാപ്പ് മൈനസ് 5j ക്യാപ്പ് ആണ്. സോ ദാറ്റ് ഇസ് 20 ഐ ക്യാപ്പ് മൈനസ് 5j ക്യാപ്പ് ആണ്. ഇത്രയുമാണ് വെലോസിറ്റി കിട്ടുക. ഇതിൻ്റെയാണ് നമുക്ക് എന്ത് വേണ്ടത്? മാഗ്നിറ്റ്യൂഡ് വേണ്ടത് കേട്ടോ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് വേണ്ടത്. സോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി 20 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 20 സ്ക്വയർ എത്രയാണ്? 400 ആണ്. 400 പ്ലസ് 25 ആണ് നമുക്ക് കിട്ടുക. സോ ദാറ്റ്സ് 425ൻ്റെ റൂട്ടാണ്. 425ന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല നമ്പർ. എന്നാൽ ഇവിടെ ആൻസറിലേക്ക് നോക്കുകയാണെങ്കിൽ 5 പുറത്തേക്ക് എടുത്ത് ബാക്കിയുള്ളതിൻ്റെ റൂട്ടാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്കും അതുപോലെ തന്നെ ചെയ്യാം. സോ ഇവിടുന്ന് ഞാൻ ഇതിനെ എങ്ങനെ എഴുതുകയാണ്? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 25 × കാരണം ഓപ്ഷനിൽ 5 എല്ലാം പുറത്താണ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ 25നെ നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടി വരും. 25 × 17 ആണ് 425 എന്ന് പറയുന്നത്. റൈറ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി അറ്റ് t ഈക്വൽ ടു 2 സെക്കൻഡ്സ് ഇസ് ഈക്വൽ ടു, ആ റൂട്ടിൻ്റെ ഉള്ളിൽ 25നെ ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 5 × √17 m/s എന്ന് കിട്ടും. ഇതാണ് എന്തിൻ്റെ ആൻസർ? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ആൻസർ ഒന്നുകിൽ ഓപ്ഷൻ 3 അല്ലെങ്കിൽ 4 ആണ്. അതിൽ രണ്ടിലേതോ ഒന്നാണ്. ഇനി ബാക്കിയുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. ബാക്കിയുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് ഒരു വെക്റ്ററിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. അതൊരു ഗ്രാഫിൽ എങ്ങനെയാണ് ആ വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വെക്റ്റർ എങ്ങനെയാണെന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താ? ഓപ്ഷൻസ് നോക്കുക. നമ്മുടെ വെക്റ്റർ പോസിറ്റീവ് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് വൈ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഈ രണ്ട് ഓപ്ഷൻസാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അതിൽ ഏതാണെന്നുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത് ബേസിക്കലി. അങ്ങനെ ആക്സിസുമായിട്ട് വെക്റ്റർ ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടെത്താൻ ശരിക്കും അനലിറ്റിക്കൽ, നമ്മൾ ഗ്രാഫിക്കലി തന്നെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെക്റ്റർ ഏതാണ്? 20 ഐ ക്യാപ്പ്. സോ 20 ഐ ക്യാപ്പ് മൈനസ് 5j ക്യാപ്പ് ആണ്. ഇതിനെ പ്ലോട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എളുപ്പമാണ്. ഈ വെക്റ്ററിനെ പ്ലോട്ട് ചെയ്യാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നമ്മൾ ഫാസ്റ്റായിട്ട് എങ്ങനെ ആൻസറിലേക്ക് എത്താം? ഇതാണ് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും. ഓക്കെ, ഈ വെക്റ്ററിനെ പ്ലോട്ട് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. എക്സ് കോമ്പോണൻറ്റ് 20 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എക്സ് കോമ്പോണൻറ്റ് പോസിറ്റീവ് 20 ആയിട്ടുള്ള ഒരു വെക്റ്റർ, അതിൻ്റെ വൈ കോമ്പോണൻറ്റ് -5 ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം, അതിൻ്റെ വൈ കോമ്പോണൻറ്റ് -5 ആണ്. അപ്പോൾ വൈ കോമ്പോണൻറ്റ് -5ഉം എക്സ് കോമ്പോണൻറ്റ് +20 ആയിട്ടുള്ള ഒരു വെക്റ്റർ നിങ്ങൾ വരച്ചാൽ മതി. ഓക്കെ, അത്രയും ചിന്തിച്ചാൽ മതി. ആ വെക്റ്റർ നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തുകയാണ്? നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള വെക്റ്റർ. ഈ വെക്റ്ററിൻ്റെ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ ഓഫ് എ വെക്റ്റർ, ആംഗിൾ മെയ്ഡ് ബൈ എ വെക്റ്റർ വിത്ത് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാം. അതിൻ്റെ വൈ കോമ്പോണൻറ്റ് ബൈ എന്ത് ചെയ്താൽ മതി? എക്സ് കോമ്പോണൻറ്റ് ചെയ്താൽ മതി. ഇത് ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ആംഗിൾ, ഇതാണ് മറ്റേ ആംഗിൾ. പലപ്പോഴും നമുക്ക് ആക്ച്വൽ കാൽക്കുലേഷനിലേക്ക് പോവാതെ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത് നെഗറ്റീവ് വൈ ആക്സിസുമായിട്ട് ഒരു വലിയ ആംഗിൾ മേക്ക് ചെയ്യുന്ന ഒരു വെക്റ്റർ ആണെന്നുള്ളത് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമാണ്. ഓക്കെ, എക്സ് ആക്സിസിനേക്കാൾ ഉപരി, കാരണം എന്താണ്? ഇതിൻ്റെ എക്സ് കോമ്പണൻ്റ് ആണ് സൈസ് കൂടുതൽ, മാഗ്നിറ്റ്യൂഡ് കൂടുതൽ. അപ്പോൾ ഈ വെക്റ്റർ കൂടുതൽ എക്സിൻ്റെ അടുത്തേക്കാണ് നിൽക്കുക, വൈയിൽ നിന്നും ദൂരെയാണ് നിൽക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് വൈ ആക്സിസുമായിട്ട് ഒരു വലിയ ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു വെക്റ്ററാണിത്. ഓക്കെ, അത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താം. കാരണം കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആകും. നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക എക്സ് കോമ്പോണൻറ്റുമായിട്ട് വെക്റ്റർ ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കാനായിരിക്കും. ബട്ട് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തിരിച്ചൊക്കെ ചോദിക്കും, നെഗറ്റീവായിട്ട് എത്രയാണ് ഉണ്ടാക്കുന്നതെന്നോ വൈ ആക്സിസുമായിട്ട് എത്രയാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസിലേക്ക് എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റാൻ പാടില്ല. കാരണം ഇവിടെ നിങ്ങൾ നോക്കുക, tan ഇൻവേഴ്സ് ഓഫ് 4 തന്നെയാണ് രണ്ടിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എത്രയാണ് ആ ആംഗിൾ എന്നതിൽ പ്രസക്തിയില്ല.
ആ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നത് എക്സുമായിട്ടാണോ അല്ലെങ്കിൽ നെഗറ്റീവ് വൈ ആയിട്ടാണോ എന്നുള്ളത് മാത്രമേ ചിന്തിക്കാനുള്ളൂ. അപ്പോൾ ഈ ചിത്രം അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ടാൻ ഇൻവേഴ്സ് 4 എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി അതൊരു വലിയൊരു ആംഗിൾ ആണ്. കാരണം ടാൻ 45 ഡിഗ്രി തന്നെ 1 ആണ്. പിന്നീട് അങ്ങോട്ട് ആംഗിൾ കൂടുകയാണ്. അപ്പോൾ ആ ബിഗ്ഗർ ആംഗിൾ മേക്ക് ചെയ്യുന്നത് ഏത് ആക്സിസുമായിട്ടാണ്? അത് നെഗറ്റീവ് വൈ ആക്സിസുമായിട്ടാണെന്നുള്ളത് ഈ ഫിഗറിൽ നിന്നും വളരെ ക്ലിയർ ആണ്. സോ അത് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാം? ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ മേ ബി 5 മിനിറ്റ്സ് എടുത്തിട്ടുണ്ടാവാം. ബട്ട് ഡ്യൂറിങ് ദി എക്സാം ഇത് വെറും 10 സെക്കൻഡ്സിൻ്റെ കാര്യമാണ്. ബട്ട് ഇത്രയും ഒരു വെക്ടറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 2 projectiles are fired with same initial speed from some same point on the ground at angles of 45 degree minus alpha and 45 degree plus alpha respectively with the horizontal direction. The ratio of their maximum heights attained is. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് 2 പ്രൊജക്ടൈൽസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒരു പ്രൊജക്ടൈൽ 45 പ്ലസ് ആൽഫയിലും വേറൊരു പ്രൊജക്ടൈൽ 45 മൈനസ് ആൽഫയിലുമാണ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് ആദ്യം ചെയ്ത് നോക്കുന്നതന്നെ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സൊല്യൂഷനിലേക്ക് വരാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നൊരു വലിയ ആംഗിൾ ഞാൻ കൊടുക്കുകയാണ്, മറ്റൊരു ചെറിയ ആംഗിൾ കൊടുക്കുകയാണ്. ബാക്കിയെല്ലാം സെയിം ആണ്. ഇനീഷ്യൽ സ്പീഡ് സെയിം ആണ്, പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ സെയിം ആണ്. ഈ ആംഗിൾ 45 മൈനസ് ആൽഫയാണ്, ഈ ആംഗിൾ 45 പ്ലസ് ആൽഫയാണ്. ഓക്കെ, ഇനി നമ്മളൊരു ഹൈറ്റാണ് കമ്പയർ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നേരിട്ട് തന്നെ നമുക്ക് ഹൈറ്റ് കമ്പാരിസണിലേക്ക് കടക്കാം. h2/h1 എന്ന് എഴുതിയിട്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഹൈറ്റിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ആണ്. ഇതിൽ u സ്ക്വയറും 2g ഒക്കെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഹൈറ്റിൻ്റെ റേഷ്യോ എഴുതുമ്പോൾ ആകെ അതിൽ സൈൻ മാത്രമേ വരുള്ളൂ. സോ സൈൻ സ്ക്വയർ 45 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ ഏത് തമ്മിലുള്ള റേഷ്യോ നമുക്ക് വേണ്ടത്? ക്വസ്റ്റ്യനിൽ തന്ന ഓർഡറിൽ തന്നെ വേണം നമുക്ക് റേഷ്യോ എടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ന്യൂമറേറ്ററിൽ വേണ്ട ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈൻ സ്ക്വയർ 45 മൈനസ് ആൽഫയാണ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ 45 പ്ലസ് ആൽഫ. ഇതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. ഓപ്ഷൻസിലാണെന്നുണ്ടെങ്കിൽ ഈ റേഷ്യോയിലല്ല ഉള്ളത്. ആക്ച്വലി കാര്യങ്ങൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണുള്ളത്. എല്ലാം വേറെ ഏതൊക്കെ വാല്യൂസിൻ്റെ ടേംസിലാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും വേണം നമ്മൾ കറക്റ്റ് ആൻസർ കണ്ടെത്താൻ. ഇനി മുന്നോട്ട് പോകാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മുടെ ന്യൂമറേറ്ററിലുള്ളത് സൈൻ സ്ക്വയർ ഓഫ് എ മൈനസ് ബി ആണ്, താഴെ ഡിനോമിനേറ്ററിലുള്ളത് സൈൻ സ്ക്വയർ ഓഫ് എ പ്ലസ് ബി ആണ്. അപ്പോൾ സൈൻ എ മൈനസ് ബിയുടെയും സൈൻ എ പ്ലസ് ബിയുടെയും എന്ത് യൂസ് ചെയ്താൽ മതി? എക്സ്പാൻഷൻ യൂസ് ചെയ്താൽ മതി. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ അപ്പോൾ എന്താകും? 1/√2 കോസ് ആൽഫ മൈനസ് 1/√2 സൈൻ ആൽഫ എന്ന് വരും, ഡിവൈഡഡ് ബൈ 1/√2 കോസ് ആൽഫ പ്ലസ് 1/√2 സൈൻ ആൽഫ എന്ന് വരും. ആൻഡ് ഇത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബോത്ത് ടേംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈനെ എ മൈനസ് ബി ഡിവൈഡ് ബൈ സൈൻ എ പ്ലസ് ബി ഇതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം 1/√2 എല്ലാ ടേമിലും കോമൺ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ 4ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ന്യൂമറേറ്ററിൽ ആരാ ഉള്ളത്? ന്യൂമറേറ്ററിലുള്ളത് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫയുടെ സ്ക്വയർ ആണ്. ഡിനോമിനേറ്ററിൽ ബാക്കിയുള്ളത് കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫയുടെ സ്ക്വയർ ആണുള്ളത്. ഇതൊരു എ മൈനസ് ബി ഹോൾ സ്ക്വയറും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. ആൻഡ് ഓപ്ഷൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. നമുക്ക് എത്തേണ്ടത് 1 - tan ആൽഫയിലേക്ക് അല്ലെങ്കിൽ 1 - sin 2 ആൽഫയിലേക്കൊക്കെയാണ് എത്തേണ്ടത്. അപ്പോൾ ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്യുകയാണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയറിന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ മൈനസ് 2 കോസ് ആൽഫ സൈൻ ആൽഫ എന്ന് വരും, ഡിവൈഡഡ് ബൈ. അപ്പോൾ ട്രിഗണോമെട്രി ഒക്കെ പഠിച്ച ആളുകൾക്ക് ഈസിലി ഇത് എന്ത് ചെയ്യാവുന്നുള്ളൂ? ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. താഴത്തതും കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് 2 കോസ് ആൽഫ സൈൻ ആൽഫ എന്ന് വരും. ഇതിൽ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ 1 ആണെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല. സോ ആൻസർ ഇസ് 1 - 2 കോസ് ആൽഫ സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ 1 + 2 കോസ് ആൽഫ സൈൻ ആൽഫ എന്ന് വരും. ഓക്കെ, ഇത്രയും വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താം. സോ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റയാണ്. സോ ന്യൂമറേറ്ററിൽ 1 - സൈൻ 2 ആൽഫ ഡിവൈഡഡ് ബൈ 1 + സൈൻ 2 ആൽഫ എന്ന് വരും. ഇതാണ് ആൻസർ. ഏത് ഓപ്ഷനാണെന്ന് ചെക്ക് ചെയ്താൽ മതി. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 1 - സൈൻ 2 ആൽഫ ഡിവൈഡഡ് ബൈ 1 + സൈൻ 2 ആൽഫയാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 particles are located at equal distances from the origin. Position vectors of those are respectively A is equal to ആദ്യത്തതിൻ്റെ പൊസിഷൻ വെക്ടർ 2i cap plus 3nj cap
പ്ലസ് 2k ക്യാപ്പ് ആണ്. ആൻഡ് സെക്കൻഡ് വണ്ണിൻ്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട് 2i ക്യാപ്പ് മൈനസ് 2j ക്യാപ്പ് പ്ലസ് 4pk ക്യാപ്പ് ആണ് റെസ്പെക്റ്റീവ്ലി. ഇഫ് ബോത്ത് വെക്ടേഴ്സ് ആർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ ദ വാല്യൂ ഓഫ് n ഇൻവേഴ്സ് എത്രയാണ്? അപ്പോൾ ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് ഈ വെക്ടേഴ്സിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അതിലൊന്ന് ഇവർ റൈറ്റ് ആംഗിളിലാണ്. ഈ രണ്ട് വെക്ടേഴ്സ് റൈറ്റ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം A.B എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്താണ്? തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഗിവൺ ആണ്. ഇതാണ് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യം. രണ്ട് അൺനോൺസ് ഉണ്ട്, എന്നും പിയും. സോ രണ്ട് ഇക്വേഷൻസ് നമുക്ക് വേണ്ടി വരും, എന്നാൽ മാത്രമേ സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. A.B 0 ആണെന്നുള്ളത് വെച്ചിട്ട് മാത്രം നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A.B ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ യു ഹാവ് 4, ദെൻ ജെ കോമ്പോണൻസിൻ്റെ ഡോട്ട് എടുക്കാം -6n, പിന്നെ നമുക്ക് കെ കോമ്പോണൻസ് ഡോട്ട് എടുക്കാം പ്ലസ് 8p ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 - 3n പ്ലസ് 4p ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇത് മാത്രം പോരാ, എന്നിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മാത്രം പോരാ. പിന്നെ എന്ത് ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത്? ദേ ആർ ലൊക്കേറ്റഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഫ്രം ദി ഒറിജിൻ. രണ്ട് പേരുടെയും ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ ഈക്വൽ. ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ എന്ന് പറയുന്നത് ആക്ച്വലി മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്. ഒരു വെക്ടറിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്. ഓൾസോ നമുക്ക് എഴുതാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അത് രണ്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ഇറ്റ് ഇസ് √2² അപ്പോൾ ഈ റൂട്ടൊന്നും എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റൂട്ടൊന്നും ഇട്ടണമെന്നില്ല. കാരണം റൂട്ട് രണ്ട് ഭാഗത്തും ഉണ്ടാകും, രണ്ട് ഭാഗത്ത് നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്യും. +4 ഇസ് ഈക്വൽ ടു ബാക്കി എന്താ വരിക? ബാക്കി അഗെയിൻ 4 + 4p സ്ക്വയർ ആണ്, ദാറ്റ് ഇസ് 16p² എന്ന് വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഭാഗത്തെല്ലാം റിമൂവ് ചെയ്യുന്നു. സോ 4 + 9n² + 4 ഇസ് ഈക്വൽ ടു 4 + 4 + 16p² എന്ന് വരും. അതിൽ നിന്ന് നമുക്കൊരു റിലേഷൻ കിട്ടുകയാണ് 9n² ഇസ് ഈക്വൽ ടു 16p² ആണ്. ആൻഡ് ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ പിക്ക് പകരം നമ്മൾ എന്നിൻ്റെ ടേം അല്ലെങ്കിൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ പിന്നെയാണ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നിന്നും p² ഇസ് ഈക്വൽ ടു 9n²/16 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 3n/4. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയപ്പം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, പിയുടെ വാല്യൂ നമ്മൾ 3n/4. സോ ദെർഫോർ p ഇസ് ഈക്വൽ ടു 3n/4. പിയുടെ വാല്യൂ 3n/4 നിങ്ങൾ ഈ ഇക്വേഷനിലേക്ക് തിരിച്ചൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ ഇക്വേഷൻ തന്നെ ഇല്ലാതായി മാറുന്നൊരവസ്ഥയിലേക്ക് എത്തും. കാരണം പി നിങ്ങൾ നോക്കുക, ഇത് 3n/4 ആണെന്നുണ്ടെങ്കിൽ 4ഉം 4ഉം ക്യാൻസലായിട്ട് -3n +3n കൂടെ ആഡ് ചെയ്താൽ 0 കിട്ടും. അപ്പോൾ നമുക്ക് 2 = 0 എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫാലസിയിലേക്ക് നമ്മൾ എത്തുകയാണ്. എക്സാം സമയത്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് 23 ജനുവരി ഷിഫ്റ്റ് 1 എഴുതിയ ആളുകളുണ്ടെങ്കിൽ പറയാം. അതായത് നമ്മൾ ആ സമയത്ത് നമ്മൾ സ്റ്റക്കായി പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എപ്പോഴും മാത്സിൽ മറന്നു പോകരുത്. ഒരു സ്ക്വയർ നമ്മൾ റൂട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ p = എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്. +or -3n/4 ആണ്. മാത്തമാറ്റിക്കലി ആ -3n/4നെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മിസ്സാക്കാൻ അല്ലെങ്കിൽ വിട്ടുകളയാൻ പാടില്ല. സോ p = +3n/4 ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. അത് നമുക്ക് യൂസ് ചെയ്യാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. സോ ദെർഫോർ പിയുടെ വാല്യൂ ആയിട്ട് നമുക്ക് -3n/4 ആണ് സെലക്ട് ചെയ്യാൻ സാധിക്കുക. സോ ഇക്വേഷൻ 1, ഈ കാണുന്ന ഇക്വേഷൻ 1ലേക്ക് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇക്വേഷൻ 1 വിൽ ബിക്കം 2- അല്ലേ? സോ 2 - 3n അതേപോലെ തന്നെ അവിടെ ഉണ്ട്. പിന്നെയാണ് ഞാൻ മാറ്റി എഴുതുന്നത്. +4 × -3n/4 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 2 - 3n ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. 2 = 6n എന്ന് വരും. n ഇസ് ഈക്വൽ ടു 1/3 എന്ന് വരും. ഇതല്ല നമ്മുടെ ആൻസർ. നമുക്ക് വേണ്ടത് n ഇൻവേഴ്സ് ആണ്. സോ ദെർഫോർ n ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആയിരിക്കും. അഗൈൻ NAT ആണ്. NATയിൽ 3 എന്ന് ആൻസർ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് 2025 JEE മെയിൻ സെഷൻ 1ലെ കൈനമാറ്റിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 9 ക്വസ്റ്റ്യൻസ്. ഇതിൽ 1-2 നല്ല ക്വസ്റ്റ്യൻസ് ആണ്. മേ ബി ഒരു 2 or 3 ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ മനസ്സിലായെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ബാക്കി ചാപ്റ്റേഴ്സും നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഏറ്റവും നന്നായിട്ട് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക.